ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം ശ്ലോകം 12. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ നച്ചൈവന്ന ഭവിഷ്യാമഃ സർവേ വയമദഃ പരം. ഭഗവാൻ ഇവിടെ ആത്മാവിൻ്റെ നിത്യസ്വഭാവത്തെക്കുറിച്ച് പറയുന്നു. ഭഗവാൻ അർജുനനോട് പറയുകയാണ്, ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, എപ്പോഴും ഉണ്ടായിരുന്നു. നീയും ഇല്ലാതിരുന്നിട്ടില്ല, ഈ രാജാക്കന്മാരും ഇല്ലാതിരുന്നിട്ടില്ല, നിശ്ചയമായും ഉണ്ടായിരുന്നു. ഇതിനു ശേഷവും, അതായത് ദേഹവിനാശത്തിന് ശേഷവും നിത്യരായ നാം ഉണ്ടാവുക തന്നെ ചെയ്യും. ആത്മാവ് നിത്യമാണ്. അതുകൊണ്ട് ദുഃഖിക്കാൻ അർഹതയില്ലെന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ വ്യത്യസ്ത രൂപങ്ങൾ, ഗുണങ്ങൾ എന്നിവ മാത്രമേ കാണാനുള്ളൂ. നീയും ഞാനും അവരും ഇവരും അതും ഇതും അങ്ങനെ എല്ലായിടത്തും വൈവിധ്യങ്ങൾ മാത്രം. ആകൃതി, നാമം, രൂപം ഇങ്ങനെ പല രൂപത്തിൽ പല നാമത്തിൽ കാണപ്പെടുന്നത് നിത്യമായ ആത്മസ്വരൂപം തന്നെ എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ എല്ലാവരുടെയും പക്കൽ സ്വർണ്ണാഭരണങ്ങളുണ്ടല്ലോ. അവ മാല, വള, മോതിരം ഇങ്ങനെ പല രൂപത്തിലായിരിക്കും. മാലയുടെ രൂപം മാറ്റി വളയാക്കിയാലോ മറ്റേതെങ്കിലും ആകൃതിയിലേക്ക് മാറ്റിയാലോ അടിസ്ഥാന വസ്തുവായ സ്വർണത്തിന് മാറ്റം വരുന്നുണ്ടോ കൂട്ടുകാരെ? രൂപമാറ്റം കൊണ്ട് സ്വർണം എന്ന വസ്തുവിന് മാറ്റം വരാത്തതുപോലെ നമ്മുടെ ഈ ദേഹത്തിന് നാശം സംഭവിച്ച് പുതിയ രൂപം സ്വീകരിക്കുമ്പോൾ ആകൃതി, നാമം ഇവയ്ക്ക് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. നാശരഹിതമായ ആത്മാവ് 3 കാലങ്ങളിലും ഭേദമില്ലാതെ നിലകൊള്ളുന്നു. സർവ്വതിനും അടിസ്ഥാനമായി നിലകൊള്ളുന്ന ആത്മസ്വരൂപം കാലാതീതമാണ്, നിത്യമാണ്. അതുകൊണ്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ നമ്മോട് അരുളി ചെയ്യുന്നു. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.